ഹേ എവ്രി വൺ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് തകർത്തു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത് ന്യൂ ഇയർ ഈവിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ജോയിച്ചേട്ടനാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത്, പക്ഷെ ഞങ്ങളെല്ലാവരും ജോയിച്ചേട്ടനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കപ്പയൊക്കെ കഴുകിയിട്ട് അതിൽ പുതിയൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, കപ്പ വേവിക്കുന്ന കൂടത്തിൽ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. കറിവേപ്പിലയൊക്കെ പുതിയ കാര്യമാട്ടോ എനിക്ക് മറ്റേ കപ്പ വേവിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് കപ്പ വേവിക്കാൻ വെച്ചു. അതിന് ശേഷം ബീഫിനകത്ത് ജോയിച്ചേട്ടൻ തന്നെ കൊണ്ടുവന്ന ഒരു പൊടിയുണ്ട്, അതൊരു സീക്രട്ട് മിക്സാണ്. അത് നമുക്കിതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അത് ബീഫിൻ്റെ ഉള്ളിൽ ആ പൊടിയൊക്കെ ഇട്ട്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ബീഫ് ഏകദേശം ഒരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബീഫ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചു. എന്നിട്ട് ഈ ബീഫിനകത്തേക്കാണ് നമ്മൾ കപ്പ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യമായിട്ടാട്ടോ കപ്പ ബിരിയാണി കഴിക്കുന്നത്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കപ്പ ബിരിയാണി വിത്ത് ബീഫ്. അപ്പം ആ പാത്രം നിങ്ങൾ കണ്ടോ? അത് ജോയിച്ചേട്ടൻ്റെ സ്പെഷ്യൽ പാത്രമാണ്, നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യമേ കടുകിടും. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കും. പിന്നെ അതിലേക്ക് നോക്കട്ടെ എന്താ ഇടുന്നതെന്ന്, ഞാൻ ആക്ച്വലി മറന്നുപോയി എന്തൊക്കെയാണ് ഇട്ടതെന്ന്. എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ ആദ്യം ഇട്ടത് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ സവോള, പിന്നെ കറിവേപ്പില, അതൊക്കെ ഇങ്ങനെ മുറിച്ചിടണേ. പിന്നെ അതിന് ശേഷം മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് അത് നല്ല ബ്രൗൺ ആകുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നീടാണ് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇടുന്നത്. ആൻറ്റിയാണത് ഇടുന്നത്. അപ്പോൾ ആ വെള്ളത്തോടുകൂടി തന്നെയാണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ടത്. കാര്യം ആ വെള്ളവും കൂടി വേണം ആ ബിരിയാണിക്ക്. കാര്യം കപ്പ നമ്മൾ ഡ്രെയിൻ ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ കപ്പ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാതെയാണ് കപ്പ നമ്മൾ എടുക്കുന്നത്. പിന്നീട് ഈ വെള്ളത്തിലേക്കാണ് ഈ കപ്പ ഇട്ടിട്ട് പിന്നെ അതിന് ഒരു അടിപൊളിയായിട്ട് മിക്സിങ് ഉണ്ട്. ആ മിക്സിങ്ങിലാണ് കാര്യം. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യും. പിന്നെ പാകത്തിന് ഉപ്പ് നോക്കും. ആ ഉപ്പും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കപ്പ ബിരിയാണി റെഡി.